വെൽക്കം ടു ഫാം ലൈഫ് വൈബ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഇന്ന് ചിക്കൻ പിസ്സ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അതിനാദ്യമായിട്ട് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. ആ പഞ്ചസാര നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാനാണ് കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുക, നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ 10 മിനിറ്റിന് നമ്മൾ ടച്ച് ചെയ്യേണ്ട, നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അതിലോട്ട് നോക്കിയാൽ മതി കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈസ്റ്റ് നന്നായി ഫെർമെൻ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഈസ്റ്റ് നല്ലതാണോ എന്നും കൂടെ മനസ്സിലാക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതാ തുറന്ന് നോക്കി, ഇതാ കണ്ടോ, ഈസ്റ്റ് നന്നായി പൊന്തി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിലോട്ട് നമുക്കിനി പൊടി ചേർക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 കപ്പ് മൈദയുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് നമ്മൾ ആദ്യം ഇട്ടു, പിന്നെ 1/2 കപ്പും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ ടോട്ടൽ 1.5 കപ്പാണ് നമ്മൾ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. അടുത്തത് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഇടേണ്ടത് കേട്ടോ. ഇത്ര ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. എന്നാൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരുന്നു. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ വെള്ളം കുറവാണെന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് വെള്ളം കൂട്ടണ്ട. നന്നായി കൈ വെച്ചിട്ട് കുഴച്ച് യോജിപ്പിക്കുക കേട്ടോ. നന്നായി കുഴച്ച് വരുമ്പോൾ മാവ് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായി ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലൊക്കെ വരും. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യോ വെള്ളം കൂടിപ്പോയോ, ഇത് തെറ്റിപ്പോയോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പാകമാണ്. ഇങ്ങനെ വലിഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ. ഒരു തെറ്റും പറ്റിയിട്ടില്ല. ക്യാരി ഓൺ. അതിനുശേഷം വീണ്ടും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മാവ് നന്നായി പൊന്തി ഇതേപോലെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. ഇത് കറക്റ്റ് പാകമാണ്. അതിനുശേഷം നമുക്കിനി കുഴച്ചെടുക്കണം. അതിനായിട്ട് എവിടെ ഇട്ടിട്ടാണോ കുഴക്കണം അവിടെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ടിട്ട് നന്നായി കൈ വെച്ച് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഓവനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാനിലായാലും ഉണ്ടാക്കാം കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെ, വെക്കുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ഇതേ അളവ് തന്നെയാണ് കേട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിനി പിസ്സയുടെ ട്രേയിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ സ്ക്വയറിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ആയാലും ഉപയോഗിക്കാം. അതിൻ്റെ ബേസിൽ നന്നായി ഒലിവ് ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് നന്നായി തിന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. നല്ല തിന്നാക്കി പരത്തുമ്പോൾ പൊട്ടി പോകുന്നുണ്ടാവും. പക്ഷെ ഒന്നും നോക്കണ്ട, നന്നായി തിന്നാക്കി പരത്തി കൊടുക്കുക കേട്ടോ. മിഡിലൊക്കെ നല്ല തിന്നായിട്ട് പരത്തണം. ഓയിൽ താഴെയുള്ളതുകൊണ്ട് ചെറുതായിട്ട് പരത്താനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നന്നായി വലിച്ചങ്ങനെ പരത്തി കൊടുക്കുക. അങ്ങനെ സൈഡിൽ ഇതേപോലെ കോർണറിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തായിട്ട് ഒരു ഫോർക്ക് എടുത്ത് ഇതേപോലെ കുത്തി കൊടുക്കുക. അതായത് നമ്മൾ തിക്ക് ക്രസ്റ്റ് വരാതിരിക്കാനാണ്. അതായത് ഇങ്ങനെ വീർത്തി പൊന്തി കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ഒലിവ് ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പിസ്സ സോസ് ഇട്ട് കൊടുക്കണം. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സ സോസാണ് ഉപയോഗിക്കുന്നത്. അതൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചീസാണ് കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നന്നായിട്ട് ഫുള്ളായിട്ട് തിക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് നമുക്ക് വെജിറ്റബിളും മഷ്റൂമും ഒക്കെ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ക്യാപ്സിക്കം. എൻ്റെ കയ്യിൽ 1 കളർ ക്യാപ്സിക്കം ഉള്ളൂ. ഞാൻ പച്ച മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തത് മഷ്റൂമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ക്യാൻഡ് മഷ്റൂമാണ് ഉപയോഗിക്കുന്നത്. അതും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തത് ഒലീവ്സ് ഇട്ട് കൊടുക്കുക. ഒലീവ്സ് ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ, കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എന്തൊക്കെ ഇടണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ ബീഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോസേജ് ഉപയോഗിക്കാം. എന്തൊക്കെ ഇടണോ അതൊക്കെ, വെജിറ്റബിൾ മാത്രം വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ മഷ്റൂം മാത്രം വെച്ചിട്ടുണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചിക്കനും കൂടെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു. ചിക്കൻ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാം. ഞാൻ ബ്രസ്റ്റ് പീസെല്ലാം എടുത്തത് നോർമൽ ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. നോർമലായിട്ട് മസാല, തന്തൂരി മസാലയോ ഏതാ മസാല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഗ്രില്ല് ചെയ്തെടുത്ത് ഞാൻ പിച്ചിട്ടിട്ടാണ് ഈ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം.
അതിൻ്റെ മുകളിലോട്ട് ചീസ് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഒറിഗാനോ ഉണ്ടല്ലോ, അത് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം 220 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് 15 to 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ റെഡി ആയി കിട്ടും. എനിക്ക് 20 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. പാനിൽ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി ചിക്കൻ പീസസ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടിട്ടാലും മതി. അപ്പം എന്ത് വെച്ചിട്ടായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും പറയണം. ഇത് നമ്മുടെ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.